ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂതറ ഫാൻസ് അസോസിയേഷൻ ഉള്ളത് മോഹൻലാലിനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മോഹൻലാൽ ഫാൻസാണ് ലോകത്തിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള ഫാൻസ് മോഹൻലാൽ ഫാൻസാണ്. കാരണം അവർക്ക് മോഹൻലാലിൻ്റെ സിനിമകൾ മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. ബാക്കിയുള്ള എത്ര നല്ല സിനിമകൾ വന്നാലും അതിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ പണി കിട്ടാൻ പോകുന്നതും ഈ മോഹൻലാൽ ഫാൻസിന് തന്നെയാണ്. കാരണം മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഇവർ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എമ്പുരാൻ എന്ന സിനിമ തിയേറ്ററിൽ വരാൻ ഏകദേശം സമയമായിരിക്കുകയാണ്. ഏകദേശം അവർ ഉണ്ടാക്കി കൂട്ടിയിരിക്കുന്ന ഈ എന്താ പറയുക, വലിയ രീതിയിലാണ് അവർ സിനിമയെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓവർ കോൺഫിഡൻസിലാണ് സിനിമയെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പൃഥ്വിരാജ് എന്ന് പറഞ്ഞ വലിയ സംവിധായകൻ ഗംഭീരമാണ്, മറ്റേതാണ് മറിച്ചതാണ്. മുരളി ഗോപി എന്ന് പറഞ്ഞ വലിയ ഗംഭീര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വലിയ സംഭവമാക്കി വെച്ചിട്ടുള്ളത്. മുരളി ഗോപിയുടെ ഒരു സിനിമയും ഇതുവരെ വമ്പൻ വിജയം കൈവരിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. മുരളി ഗോപിയുടെ ആകെ കൂടിയിട്ട് വന്നുള്ള ഇത്രയും ഭേദപ്പെട്ട സിനിമ ഈ മുമ്പ് വന്ന ലൂസിഫർ എന്ന സിനിമയാണ്. ഈ ലൂസിഫർ എന്ന സിനിമ വന്നപ്പോൾ ഈ പൃഥ്വിരാജ് മുരളി ഗോപിയുടെ മേല് കയറിയിട്ട് ഇങ്ങനെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി, മോഹൻലാലിനെ വലിയ സംഭവങ്ങളൊക്കെ ആക്കിയിട്ട് ഹെലികോപ്റ്ററും സംഭവങ്ങളും വലിയ സംഭവമാണ്. മോഹൻലാൽ വലിയ ഇൻ്റർനാഷണൽ കുൺസാണ്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ കാണിച്ചു കൊണ്ട് വരാൻ പോകുന്ന സിനിമയാണ്. പക്ഷേ ഇതൊന്നും ആൾക്കാരുടെ അടുത്ത് ഈ പരിപ്പൊന്നും ജനങ്ങളുടെ അടുത്ത് വേവില്ല എന്ന് നമുക്ക് 100% അറിയാൻ പറ്റുന്ന കാര്യമാണ്. ഒരിക്കലും മമ്മൂട്ടി ഫാൻസിനെയും മറ്റുള്ളവർ ചവിട്ടി തേച്ചുകൊണ്ട് ഈ സിനിമ ഇങ്ങനെ ചെയ്തുകൊണ്ട് വിജയിക്കാനൊന്നും പോകുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ സിനിമ അജഗജാന്തര സിനിമയാണ്, ഇത് ഇൻ്റർനാഷണൽ ലെവലാണ് എന്നൊക്കെ പറഞ്ഞാലൊന്നും ആൾക്കാർക്കൊന്നും പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാം. ഒന്നാമത് മലയാളികൾ അങ്ങനെയൊന്നും ലോക്കൽ സാധനങ്ങളിലൊന്നും വീടുന്ന ആൾക്കാരല്ല. അത്ര ഗംഭീരമായുള്ള സംഭവം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒന്നാമത് മലയാളികൾ സ്വീകരിച്ച തന്നെ കാര്യമൊന്നുമില്ല. എത്ര നല്ല സിനിമയും മലയാളികൾ സ്വീകരിച്ചാലും അത്രമാത്രം വിജയമൊന്നും ഉണ്ടാവില്ല. പിന്നെയാണോ മറ്റുള്ള നാടുകളിലും കൂടി പോയിട്ട് മലയാളികൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ വിജയിച്ച് തന്നെ ഗംഭീര സിനിമയാണെന്ന് പറഞ്ഞാൽ തന്നെ അത് 100 കോടിയാണ് ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത്. 250 കോടി ചിലവാക്കിയുള്ള സിനിമ എവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഓവറായിട്ട് തള്ളി മറച്ചുകൊണ്ട് മോഹൻലാലിൻ്റെ സിനിമ എമ്പുരാൻ കിമ്പുരാൻ എന്ന് പറഞ്ഞു വന്നുകൊണ്ട് ഒരു രീതിയിലും രക്ഷപ്പെടാൻ പോകണില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും സിനിമ വരട്ടെ എന്ന. ഒന്നാമത് നിങ്ങൾ മോഹൻലാലിൻ്റെ ആരാധകർ മമ്മൂട്ടിയുടെ സിനിമകളും മറ്റുള്ളവരൊക്കെ അംഗീകരിക്കാൻ പഠിക്കുക. മറ്റുള്ളവരെല്ലാ സിനിമകളും താറടിച്ച് കാണിക്കുക, എമ്പുരാൻ മാത്രം ഗംഭീരമാണ് സിനിമ എന്ന് പറയുക. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ നല്ല സിനിമകൾ വരട്ടെ. നല്ല സിനിമകൾ വന്നാൽ തന്നെ ഇത്രയും കോടികൾ ഉണ്ടാക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കില്ല. അപ്പോൾ ഇതെല്ലാം ഓർമ്മിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ മറ്റുള്ള സിനിമകളിൽ കൂടി സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ എമ്പുരാൻ മാത്രമാണ് ഏറ്റവും വലിയ സിനിമ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള സിനിമകളെ ചവിട്ടിത്തേക്കാൻ നിന്നാൽ എമ്പുരാൻ അടപടലം മൂഞ്ചും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസരുടെ ദൃശ്യം.